മറ്റു പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ രാജിവെപ്പിച്ച് മറ്റ് ഒരു പാർട്ടിയിൽ ചേർക്കുക എന്നുള്ളത് വലിയൊരു പ്രൊസീജിയറായിട്ട് പല PR ഏജൻസികളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നേതാക്കന്മാർ പോകുമ്പോൾ അവരുടെ കൂടെ നേതാക്കന്മാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വേറെ ആരും അവരുടെ കൂടെ ഉണ്ടാവുകയില്ല എന്നുള്ളതൊരു തത്വമാണ്. ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി അംഗം മുതൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വരെ ആരെങ്കിലും രാജിവെക്കാനുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് കോൺഗ്രസ് നേതാക്കന്മാർ. NDA സംബന്ധിച്ച് അവരുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. അവർ ആ പണം ഉപയോഗിച്ച് എല്ലാ നേതാക്കന്മാരെയും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തും. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് കേരളത്തിൽ ആരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. നമസ്കാരം. തിരഞ്ഞെടുപ്പ് അടുപ്പിച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കൾ മറ്റു പാർട്ടിയിലേക്ക് ചേരുന്നതും രാജിവെക്കുന്നതും സ്വാഭാവികമാണ്. ഇതിപ്പോ കേരളത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇത് ജനാധിപത്യത്തിലോട് ചേർന്നതാണോ? ഇപ്പോൾ LDF ആയിക്കോട്ടെ, UDF ആയിക്കൊള്ളട്ടെ, NDA ആയിക്കൊള്ളട്ടെ, ഇവരുടെ എല്ലാം ഓഫീസിന് മുമ്പിൽ ഒരു ബോർഡ് തൂക്കിയിട്ടിട്ടുണ്ട്. അത് നമ്മളാരെയും കാണാൻ സാധിച്ചെന്ന് വരത്തില്ല, പക്ഷെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഈ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ രാജിവെപ്പിച്ച് മറ്റ് ഒരു പാർട്ടിയിൽ ചേർക്കുക എന്നുള്ളത് വലിയൊരു പ്രൊസീജിയറായിട്ട് പല PR ഏജൻസികളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഇടതുപക്ഷത്തു നിന്ന് വലതുപക്ഷത്തേക്കും വലതുപക്ഷത്തു നിന്ന് ഇടതുപക്ഷത്തേക്കും ഈ രണ്ട് പക്ഷത്തു നിന്നും NDA പക്ഷത്തേക്കും ഒക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഈ മാറുന്നവരുടെയൊക്കെ ഒരു ക്രെഡിബിലിറ്റി എന്താണ് എന്നുകൂടി എല്ലാവരും പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ കോൺഗ്രസിൽ നിന്നൊരു കിഷോർ ബാബു, അദ്ദേഹം ഇൻഡസ്ട്രീസ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. അദ്ദേഹം ഇന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതൊരു രാജി നാടകമായിരിക്കാം. കാരണം അദ്ദേഹം എവിടെയെങ്കിലും ഒരു സീറ്റ് ലക്ഷ്യം വെച്ചിട്ടുണ്ടോ? ഈ കിഷോർ ബാബുവിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കുന്ന സമയത്ത് ഇദ്ദേഹം വക്കം പുരുഷോത്തമന്റെ ഒരു ശിഷ്യനായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇദ്ദേഹം രാഷ്ട്രീയത്തിലുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹമൊക്കെ ഈ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇലക്ഷൻ എടുത്ത് നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് രാജിവെക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോഴും ഇനിയിപ്പോൾ ഈ കിഷോർ ബാബു LDFിലേക്കാണോ പോകുന്നത്, അതോ BJPയിലേക്കാണോ പോകുന്നത്, ഇപ്പോൾ BJPയിൽ നിന്ന് എന്തെങ്കിലും സീറ്റ് വാഗ്ദാനം ലഭിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. പിന്നെ ഇതിനകത്തൊരു കോമൺ ആയിട്ടുള്ളൊരു തിയറി ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേതാക്കന്മാർ പോകുമ്പോൾ അവരുടെ കൂടെ നേതാക്കന്മാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വേറെ ആരും അവരുടെ കൂടെ ഉണ്ടാവുകയില്ല എന്നുള്ളതൊരു തത്വമാണ്. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് AV ഗോപിനാഥ് എന്ന് പറയുന്നത്. AV ഗോപിനാഥ് എന്ന് പറയുന്നത് പാലക്കാട് ഭയങ്കര വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും വിലയിരുത്തിയിരുന്നത്. പക്ഷേ അദ്ദേഹം തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുന്ന ഒരു ഗതികേടുണ്ടാകുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഗോപിനാഥിനൊപ്പം ഗോപിനാഥ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി അംഗം മുതൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വരെ ആരെങ്കിലും രാജിവെക്കാനുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് കോൺഗ്രസ് നേതാക്കന്മാർ. ലോക്കൽ കമ്മിറ്റി അംഗം തുടങ്ങി കേന്ദ്ര കമ്മിറ്റി വരെയുള്ള ആരെങ്കിലും ഒക്കെ ഇപ്പോൾ പ്രായാധിക്യമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പല ആളുകളുടെയും മാനസികാവസ്ഥ പല രീതിയിലായിരിക്കും. അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് എതിർപ്പുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ MLA മാരാകുന്നതും പഞ്ചായത്ത് മെമ്പർമാരാകുന്നതും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആകുന്നതും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആകുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കോർപ്പറേഷൻ്റെ മെമ്പർ ആകുന്നതിലും ഒക്കെ അവർക്ക് മാനസികമായിട്ട് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരുപാട് സഹാക്കന്മാരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ കണ്ടെത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെയുള്ള രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിപ്പിച്ച് രാജിവെപ്പിച്ച് അവരെ മറ്റൊരു പക്ഷത്തിൻ്റെ, ഇപ്പോൾ വലതുപക്ഷത്തിൻ്റെ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ NDA പക്ഷത്തിൻ്റെ ആയിക്കോട്ടെ, കൂടെ നിർത്തുക എന്നുള്ളൊരു ലക്ഷ്യം UDFനുമുണ്ട്, അതോടൊപ്പം തന്നെ NDAക്കുമുണ്ട്. അതേ സെയിം ടൈമിൽ തന്നെ LDF വിചാരിക്കുന്നത് ഇങ്ങനെയാണോ? DCC സെക്രട്ടറി മുതൽ AICC മെമ്പർ വരെയുള്ള ആരെങ്കിലുമൊക്കെ രാജിവെപ്പിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതും വളരെ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതുകൂടാതെ NDA സംബന്ധിച്ചിട്ട് NDA എന്താ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ LDFലും UDFലും പെട്ടിട്ടുള്ള ആരെയെങ്കിലും ഒക്കെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ആരെങ്കിലും ചേക്കേറുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താൻ ഇതുവരെ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ട്രബിൾ ചെയ്തുകൊണ്ട് ഇവർ മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, അവരുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുകൂടി പൊതുജനങ്ങൾ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു പക്ഷേ അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടാവാം. ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതിന് ശേഷമാണ് ഈ ഒരു സുപ്രഭാതത്തിൽ ഈ പാർട്ടിയെ ഒറ്റുകൊടുത്തുകൊണ്ട് ആരാണെങ്കിലും
ആ പാർട്ടിയെയും മുന്നണിയെ ഉപേക്ഷിച്ച് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നത് എന്നുള്ളത് ജനാധിപത്യത്തിനും രാഷ്ട്രീയത്തിനും ഭൂഷണമല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പൊ നമ്മൾ നോക്കുക, ഇപ്പൊ പി കുഞ്ഞികൃഷ്ണന്റെ രാജി നമ്മൾ കണ്ടതാണ്. പാർട്ടി വേദിക്കകത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചു പോകേണ്ട പ്രശ്നങ്ങളെയൊക്കെയാണ് ഇത്രയും വലിയൊരു പ്രശ്നമാക്കി ചിത്രീകരിച്ചുകൊണ്ട് അത് വാർത്താമാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. വാർത്താമാധ്യമങ്ങൾ അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണ്? ഇടതുപക്ഷത്തെ അടിക്കാൻ കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു വടിയാണ് കുഞ്ഞികൃഷ്ണൻ എന്ന ഒരു ബോധ്യം ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ട്. വിഷയ ദാരിദ്ര്യം എന്ന് പറയുന്നത് നിസ്സാരമല്ല. കാരണം ചാനലുകളുടെ കിട്ട മത്സരത്തിനിടയിൽ അവർക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ പി കുഞ്ഞികൃഷ്ണനെ കുറിച്ച് ഏഷ്യാനെറ്റാണ് ആദ്യത്തെ ഇന്റർവ്യൂ പുറത്തുവിടുന്നത്. ഏഷ്യാനെറ്റ് എന്ത് ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കുഞ്ഞികൃഷ്ണനെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ നടത്തിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJP അനുകൂല നിലപാടുകളുടെ ഭാഗമായിട്ടാണ്. അത് കോൺഗ്രസിനെ പോലെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ അങ്ങനെ കുഞ്ഞികൃഷ്ണനെ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തതോടുകൂടി മറ്റു മാധ്യമങ്ങൾക്കും അത് ഏറ്റെടുക്കേണ്ട ഗതികേടുണ്ടായി. അതല്ലെങ്കിൽ അത് ഏഷ്യാനെറ്റിന്റെ മാത്രം ഒരു കണ്ടന്റ് ആയിട്ട് അവിടെ പോകും. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ മാധ്യമങ്ങൾക്കും പി കുഞ്ഞികൃഷ്ണനെ ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാള് സംസ്ഥാനം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. അതൊരു ഒരു കഥാപാത്രമായിട്ട് മാറി. ഇനി കുഞ്ഞികൃഷ്ണൻ പറയുന്ന ഓരോ കാര്യങ്ങളും പത്രങ്ങൾക്ക്, കാരണം കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ആരാണ്? കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസ് സ്റ്റാറാണ്. ഇപ്പൊ മറ്റേ ഫിലിം സ്റ്റാർ എന്നൊക്കെ പറയുന്ന ഒരു ന്യൂസ് സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ആളാണ് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളെ ന്യൂസ് സ്റ്റാർ ആക്കാനും അയാളെ വലിച്ച് താഴെ ഇടാനായിട്ടും ആർക്ക് സാധിക്കും? ഈ ചാനലുകൾക്ക് സാധിക്കും. അപ്പോൾ ഇന്നലെ ഇറങ്ങിയിരിക്കുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു വ്യക്തതയില്ല. ആ പുസ്തകത്തിൽ എന്തെങ്കിലും ഗൗരവകരമായിട്ടുള്ള വിഷയങ്ങൾ ഈ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത് വലിയ വാർത്തകൾ ആവേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ഗൗരവകരമായിട്ടുള്ളൊരു കാര്യങ്ങളും ആ പുസ്തകത്തിനകത്തില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അത് അല്ലായെങ്കിൽ തന്നെയും ഏതെങ്കിലും തരത്തിൽ ഡിഫോർമേഷൻ ഫയൽ ചെയ്യുവാനായിട്ടോ കേസ് എടുക്കാനോ സാധ്യതയുള്ള ഭാഗങ്ങൾ ആ പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുകൂടി വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം കുഞ്ഞികൃഷ്ണൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തക പ്രകാശനത്തിന് മുമ്പായിട്ട് കണക്കുകൾ പുറത്തുവിടണമെന്നാണ്. കുഞ്ഞികൃഷ്ണൻ തന്റെ പുസ്തകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ ഈ കണക്ക് പുറത്തുവിടുന്നതോടുകൂടി എന്താ സംഭവിക്കുക? കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് മാറത്തില്ലേ? തെറ്റാണ് എന്ന് വരുന്ന സമയത്ത് CPM അടങ്ങിയിരിക്കുമോ? CPM ഉറപ്പായിട്ടും ഡിഫർമേഷൻ കേസ് ഫയൽ ചെയ്യത്തില്ലേ? അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യപ്പെടുന്നതോടുകൂടി കുഞ്ഞികൃഷ്ണൻ എന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റി അവിടെ പോകും. അതുകൂടാതെ ഇനിയിപ്പോ UDF-നകത്തുനിന്ന് സീറ്റ് ലഭിക്കാതെ വരുമ്പോൾ ഒരുപാട് ആളുകൾ രാജിവെക്കുമെന്നേ. ഒരുപാട് പേര് രാജിവെച്ചിട്ട് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഇപ്രാവശ്യം ചേരാൻ സാധ്യതയുള്ള ഒരു മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് NDA ആയിരിക്കും. കാരണം NDA സംബന്ധിച്ച് അവരുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. അവർ ആ പണം ഉപയോഗിച്ച് എല്ലാ നേതാക്കന്മാരെയും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തും. വാർദ്ധക്യത്തിന്റെ അവസാന നാളുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും മത്സരിക്കാനായിട്ട് മോഹമുണ്ടാകും. അങ്ങനെ മത്സരിക്കാനായിട്ടുള്ളൊരു മോഹം വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ കാലത്തെ തൻ്റെ വിപ്ലവങ്ങളോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ തൻ്റെ കോൺഗ്രസ് പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ UDF പ്രവർത്തനങ്ങളോ LDF പ്രവർത്തനങ്ങളോ ഒന്നും അവർ ഗവനിക്കത്തില്ല. അവർ നേരെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാർദ്ധക്യത്തിൻ്റെ അവസാന നാളുകളിലും തനിക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരവസരം കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ട് നേരെ പോയിട്ട് എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NDAയുടെ ഭാഗമായിട്ട് ചേരും. ഒരുപക്ഷെ അവർ പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ടായിരിക്കും NDAയോടൊപ്പം ചേരുക. അതല്ലെങ്കിൽ BJP-യിലേക്ക് ഇതിനെ നേരിട്ട് ചേരാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ പറയുന്നത് കേരളത്തിൽ തന്നെ മുതിർന്ന പല കോൺഗ്രസ് നേതാക്കന്മാരും നമുക്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പേരുകളും നമുക്കിപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് നമുക്കിപ്പോൾ വെളിപ്പെടുത്താൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുന്നതോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ നേരത്തെ കോൺഗ്രസിൽ ആയിരുന്ന, അതിനുശേഷം കോൺഗ്രസ് വിട്ടു പോയിട്ടുള്ള ഒരു മുൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ BJP-യുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്, BJP-യുടെ ഭാഗമാകാൻ വേണ്ടി പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ NCP-യുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള PC ചാക്കോ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് 2026 ഏപ്രിൽ മാസത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ NDAയുടെ ഭാഗമായിട്ട് പ്രചരണത്തിനിറങ്ങുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. NCP ദേശീയ തലത്തിൽ NDAയുടെ ഭാഗമാകാൻ വേണ്ടി പോവുകയാണ്. അജിത് പവാറിന്റെ പാർട്ടിയിലേക്ക് NCP ലയിക്കാൻ വേണ്ടി പോകുന്നു. സുപ്രിയ സുലെ അതിനുശേഷം കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടിയിട്ട് പോകുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ലതിക സുഭാഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലപാട് എന്തായിരിക്കും? ലതിക സുഭാഷ് PC ചാക്കോയോടൊപ്പം പാർട്ടി വിട്ടുപോയ ഒരാളല്ലേ. സുരേഷ് ബാബു PC ചാക്കോയോടൊപ്പം കോൺഗ്രസ് വിട്ടുപോയ ആളല്ലേ. ഇവരുടെയൊക്കെ നിലപാട് എന്തായിരിക്കും? ഇവരൊക്കെ ഓട്ടോമാറ്റിക്കലി BJP-യുടെ ഭാഗമായിട്ട് മാറത്തില്ല, അല്ലെങ്കിൽ NDAയുടെ ഭാഗമായിട്ട് മാറുന്നൊരു കാഴ്ച നമ്മൾ കാണേണ്ടി വരത്തില്ലേ? എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാർ, അതായത് റിട്ടയർഡ് പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ആഘോഷ ദിവസമാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവർക്ക് ചില്ലറ വരുമാനവും ആകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പണ്ട് ഞാൻ കോൺഗ്രസിൽ അത് ചെയ്തിരുന്നു, പണ്ട് കോൺഗ്രസിൽ ഞാൻ ഇതായിരുന്നു, അല്ലെങ്കിൽ പണ്ട് ഞാൻ CPM-ന്റെ അതായിരുന്നു, അതിപ്പോൾ ഇപ്പോഴുള്ള CPM നേതാക്കന്മാരെല്ലാം മോശക്കാരാണ്, ഇപ്പോഴുള്ള കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം മോശക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് BJP-യിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന നേതാക്കന്മാരുണ്ടെന്നേ. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും ആ പാർട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട്, ആ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് BJP-യിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഇപ്പോഴും തർപ്പിച്ചു പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ വെച്ച് ഈ സമയവും തീയതിയും
നിങ്ങൾ കുറിച്ചിട്ടോളൂ. കാരണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്തു നിന്ന് ഒരു വിഭാഗം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ ആ പാർട്ടിയെ പിളർത്തിക്കൊണ്ട് NDAയുടെ ഭാഗമാകും. അതിനധികം ദിവസങ്ങളൊന്നും ഇനി കാത്തിരിക്കേണ്ടി വരുന്നില്ല. ഏറിയാൽ 10-15 ദിവസത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ മുന്നണികളും LDF ആണെങ്കിലും ശരിയാണ്, UDF ആണെങ്കിലും ശരിയാണ്, NDA ആണെങ്കിലും ശരിയാണ്, മറ്റു പാർട്ടികളിൽ നിന്നും മറ്റു മുന്നണികളിൽ നിന്നുമുള്ള നേതാക്കന്മാരെ ഏതെങ്കിലും വിധത്തിൽ ചാടിച്ചു തങ്ങളുടെ പാർട്ടിക്കകത്ത് ചേർത്തുകൊണ്ട് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് കേരളത്തിൽ ആരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം ഞാൻ പറയട്ടെ, ആർക്കും വേണ്ടത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞൊരു തത്വമുണ്ട്. കാരണം നേതാക്കന്മാർ പോകുമ്പോൾ അവർ മാത്രമേ പോകുന്നുള്ളൂ, അവരുടെ കൂട്ടത്തിൽ അണികൾ പോകുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കാരണം അങ്ങനെ അണികളെ കൊണ്ട് പോകാൻ സാധിക്കുന്ന നേതാക്കന്മാരെ ഒന്നും ആ ഒരു പാർട്ടി വിട്ടുപോകാനായിട്ട് ആരും സമ്മതിക്കാറില്ല, അനുവദിക്കാറില്ല. അവരെ എങ്ങനെ ഏത് വിധേനയും ആ പാർട്ടിയിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യമുള്ള സമയത്ത് പോകുന്ന നേതാക്കന്മാരെല്ലാം തനിച്ചാണ് പോകുന്നത്. അവരുടെ പേര് മാത്രമായിരിക്കും ആ പാർട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുക. ആ പേര് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാകുമോ അതോ രാഷ്ട്രീയ കോട്ടങ്ങളായിരിക്കുമോ ഉണ്ടാവുക എന്ന് അതാത് മുന്നണികളുടെ നേതാക്കന്മാർ തീരുമാനിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.